വിശദാംശങ്ങളിലേക്ക്. ഫ്രാൻസിനെ തകർത്ത സ്പെയിൻ യൂറോ കപ്പ് ഫൈനലിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നെതർലാൻഡ് ഇംഗ്ലണ്ട് മത്സരത്തിലെ വിജയി ഫൈനലിൽ നേരിടും. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണി, ഫ്രാൻസ് തകരുന്നതാണ് കണ്ടത്. എങ്ങനെയായിരുന്നു സ്പെയിന്റെ വിജയം? വിജയ്, തീർച്ചയായും ആവേശകരമായ ആദ്യ സെമിയായിരുന്നു ഉണ്ടായിരുന്നത് സ്പെയിനും ഫ്രാൻസും തമ്മിൽ. ഇതിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ ജയം. അത്യന്തം ആവേശകരമായ മത്സരം തന്നെയാണ്. ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെയാണ് 3 ഗോളുകളും, അതായത് ആദ്യം 9-ാം മിനിറ്റിലാണ് ഫ്രാൻസ് ആദ്യം ലീഡ് നേടിയത്. പിന്നീട് സ്പെയിൻ 2 ഗോളുകൾ തിരിച്ചടിച്ചാണ് ജയത്തിലേക്ക് വന്നത്. ആദ്യ പകുതിയിൽ തന്നെ ഈ 3 ഗോളുകളും പിറന്നു വന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും 9-ാം മിനിറ്റിൽ കൊലോ മുവാനിലൂടെയാണ് ഫ്രാൻസ് മുന്നിലെത്തുന്നത്. അതിന് തിരിച്ച് ലാമിൻ യമാലിലൂടെ, അതോടൊപ്പം തന്നെ ഡാനി ഒൽമയിലൂടെയുമാണ് സ്പെയിൻ തിരിച്ചടിച്ചത്. ആ രീതിയിലായിരുന്നു മത്സരത്തിന്റെ ഒരു പോക്കെന്ന് പറയുന്നത്. എന്തായാലും ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകളും പിറക്കുന്നു. 9-ാം മിനിറ്റിൽ ഒരു ഗോളിന് പിന്നിലായ ശേഷം 2 ഗോൾ തിരിച്ചടിച്ചാണ് സ്പെയിൻ മുന്നിലെത്തിയതെന്നാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ യൂറോയിൽ തുടർച്ചയായി 6ാം ജയമായിരുന്നു സ്പെയിനിൻ്റേത്. 6 കളികളിൽ ജയിക്കുന്ന ഒരു ടീമെന്ന റെക്കോർഡും കൂടെ ഈ സ്പെയിന് സ്വന്തമാക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും പറയേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ലാമിൻ യമാലി, അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ നേടുന്ന ഒരു താരമാണ്. 16-കാരനാണ് ലാമിൻ യമാലി. അതും ഒരു ചരിത്രം തന്നെയാണ് യൂറോയെ സംബന്ധിച്ച്. യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ നേടുന്ന താരമായി ലാമിൻ യമാൽ മാറി എന്നതാണ്. 16 വയസ്സുകാരനാണ് ഗോൾ നേടിയത്. ആ രീതിയിൽ മത്സരം 2 ചരിത്രം കുറിക്കുന്നതിനും കൂടി റെക്കോർഡിലേക്കും കൂടി വരുന്നു എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അത്യന്തം ആവേശകരമായ ആദ്യ സെമിയായിരുന്നു നടന്നത്. അതിൽ 1-നെതിരെ 2 ഗോളുകൾ ായിരുന്നു സ്പെയിനിന്റെ ജയം. കിലിയൻ എംബാപ്പെ അടക്കമുള്ള താരങ്ങൾ ഫ്രാൻസിനായി ഉണ്ടായിരുന്നു. ഈ ആദ്യ ഗോളിൽ കിലിയൻ എംബാപ്പയുടെ ഒരു ക്രോസ് തന്നെയാണ്, അത് വലിയ ക്രോസ് തന്നെയാണ് 9-ാം മിനിറ്റിൽ അത് ഫ്രാൻസിന്റെ താരം വലയിലേക്ക് എത്തിച്ചതെന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ലാമിൻ യമാലി ഈ കിലിയൻ എംബാപ്പയുടെ ഒരു ക്രോസാണ് ഒരു ഗോളിലേക്ക് എത്തിച്ചത് 9-ാം മിനിറ്റിൽ. പിന്നീട് 2 ഗോളുകളും പിറന്നത് 21-ാം മിനിറ്റിലും അതോടൊപ്പം തന്നെ 25-ാം മിനിറ്റിലും. ലാമിൻ യമാലി 21-ാം മിനിറ്റിലും ഓൾമോ 25-ാം മിനിറ്റിലും ഗോൾ നേടുന്നു. ആ രീതിയിലായിരുന്നു മത്സരം മുന്നോട്ട് പോയത്. പിന്നെ 2-ാം പകുതിയിൽ ഒരു ഗോൾ രഹിതമായി പോവുകയായിരുന്നു. എന്തായാലും വളരെ ആവേശകരമായ മത്സരമായിരുന്നു നടന്നത്. ഇന്ന് 2-ാം സെമി നടക്കുന്നു. രാത്രി 12:30-ക്കാണ് 2-ാം സെമി നടക്കുന്നത്. ആ 12:30-ക്ക് നടക്കുമ്പോൾ അത് ഇംഗ്ലണ്ടും അതോടൊപ്പം തന്നെ നെതർലൻഡ്സും തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ്. എന്തായാലും കരുത്തന്മാരുടെ ഒരു മത്സരമായി നമുക്കതിനെ വിലയിരുത്തപ്പെട്ടേക്കാം. ഇതിൽ വിജയിക്കുന്ന ടീമുമായാണ് യൂറോ കപ്പിന്റെ ഫൈനൽ നടക്കുക. അത് ഞായറാഴ്ച അർദ്ധരാത്രി 12:30-ക്കാണ് ഇന്ത്യൻ സമയം പ്രകാരം നടക്കുക. ആ രീതിയിൽ ഈ സ്പെയിനുമായി തന്നെ ഈ ഇംഗ്ലണ്ട്, അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് നെതർലൻഡ് മത്സരത്തിലെ 2-ാം സെമിയിലെ വിജയി നേരിടും. എന്തായാലും ഞായറാഴ്ച രാത്രി വരെ കാത്തിരിക്കണം ആരാണ് യൂറോ കപ്പിന്റെ കിരീട ജേതാവ് എന്ന കാര്യത്തിൽ കാത്തിരിക്കണം. എന്തായാലും ആദ്യ സെമി, അത്യന്തം ആവേശകരമായ ആദ്യ സെമി അവസാനിച്ചിരിക്കുന്നു. ആദ്യ സെമിയിൽ സ്പെയിൻ ജയിച്ചിരിക്കുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. സ്പെയിനിന്റെ തുടർച്ചയായ 6ാം ജയം. 6 കളികൾ ജയിക്കുന്ന, 6 യൂറോ മത്സരങ്ങൾ ജയിക്കുന്ന, അല്ലെങ്കിൽ ഈ സീസൺ ജയിക്കുന്ന ഒരു ടീമായി സ്പെയിൻ മാറുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ നേടുന്ന താരമായി ലാമിൻ യമാൽ മാറുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാം. ഫിജി.